ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. പപ്പ, ഈ ക്രിസ്മസിന് ഓൾ ഫാമിലിക്കും ഗിഫ്റ്റ് കൊടുക്കണം. ഇതാണ് എന്റെ ലിസ്റ്റ്. അപ്പൂപ്പനൊരു M&N TV, ബില്ലിമ്മയ്ക്കൊരു അടിപൊളി ഗ്രൈൻഡർ, ചേട്ടായിക്കൊരു സ്മാർട്ട് ഫോൺ, ചിന്നുവാവിക്കൊരു കുട്ടി ഹെഡ്ഫോൺ, അമ്മ ചേച്ചിക്കൊരു ലാപ്ടോപ്പ്. വാടി മോളെ. ഏറ്റവും മികച്ച ബ്രാൻഡുകൾ, ഏറ്റവും മികച്ച ഓഫറുകൾ, ആകർഷകരമായ ഫിനാൻസ് സ്കീം, എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ, 75% വരെ വിലക്കുറവ്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് 20% വരെ ക്യാഷ് ബാക്ക്. ഈ ക്രിസ്മസിന് ഗൃഹോപകരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോകൂ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഓഫറുകളിലും. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം. ഇടുക്കി വിഷന്റെ ഫേസ് ടു ഫേസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഫേസ് ടു ഫേസിൻ്റെ തട്ടകത്തിൽ എന്നോടൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇടുക്കി ജില്ലയുടെ അമരക്കാരൻ, മാധ്യമ പ്രവർത്തന രംഗത്തൊക്കെ പരിചയസമ്പന്നനായ സണ്ണി പൈമ്പള്ളിലാണ്. സർ, സ്വാഗതം. താങ്ക് യു. എന്നാണെങ്കിലും ഒരു ജേതാവായിട്ടാണ് ഇരിക്കുന്നത്. കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വളരെ മാതൃകാപരമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച്, പ്രത്യേകിച്ചും അത് കേരള ഗവർണറെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച്, ആ ഉദ്ഘാടന സമ്മേളനമൊക്കെ ഒരുപാട് വിവാദങ്ങളായിരുന്നു. ആ വിവാദങ്ങൾക്കിടയിലൂടെ ആ കനൽപ്പാടുകളിലൂടെയൊക്കെ നടന്നു വന്ന് വലിയൊരു വിജയത്തിലെത്തിച്ച്, ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ആളാണെങ്കിലും വ്യാപാരികളുടെയൊക്കെ പൊതുജന അഭിപ്രായവും ഗംഭീരമായ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു വിജയ ശ്രീലാളിതനായിരിപ്പ്. നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്താണെങ്കിലും എനിക്ക് ഇന്നത്തെ ഈ ഫേസ് ടു ഫേസിൽ അറിയേണ്ടത് വ്യാപാരികളുടെ ഇടുക്കിയിലെ ചില പൊതു കാര്യങ്ങളിലുള്ള വ്യക്തമായൊരു നിലപാട്. പ്രത്യേകിച്ച് നമുക്ക് ഭൂവിഷയമാണ്. തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭൂവിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി, ഒരുപക്ഷെ താങ്കൾ ഒരു രാഷ്ട്രീയ പ്രതിനിധിയല്ല, ഒരു സംഘടനാ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ, പ്രത്യേകിച്ചും ഇടുക്കിക്കാരൻ എന്ന നിലയിലൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇതാണ് എൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം തന്നെ ഇതാണ്. എന്താണെങ്കിലും നമുക്ക് ആദ്യം ഈയിടെ സമീപ ദിവസം നടന്ന തൊടുപുഴയിലെ ആ ജീവകാരുണ്യ പ്രവർത്തനം സംബന്ധിച്ച് നിങ്ങൾ എന്താണ് കൊണ്ട് ലക്ഷ്യമിടുന്നത്? ഞങ്ങൾ വ്യാപാര മേഖല കടുത്ത വ്യാപാര മാന്ദ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇടുക്കി ജില്ലയിലെ എന്നല്ല സംസ്ഥാനത്തെ ഒട്ടുമിക്ക ചെറുകിട വ്യാപാരികളും കടന്നു പോകുന്നത്. ഇങ്ങനെ ഉള്ള വ്യാപാര മേഖലയിൽ ആരെങ്കിലും യാദൃച്ഛികമായി ഒന്നും മരണപ്പെട്ടാൽ ആ കുടുംബം കടക്കെണിയിലാണ്. അങ്ങനെ കടക്കെണിയിലാകുന്ന കുടുംബത്തിന് ഒരാശ്വാസം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലെ 11 ജില്ലകളിൽ കുടുംബസുരക്ഷാ പദ്ധതി ഭംഗിയായി വർഷങ്ങളായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ ഈ ഡിസംബർ മാസം 1-ാം തീയതി മുതലാണ് കാരുണ്യം കുടുംബസുരക്ഷാ പദ്ധതി നിലവിൽ വന്നത്. 8461 അംഗങ്ങളാണ് ഇപ്പോൾ കാരുണ്യം കുടുംബസുരക്ഷാ പദ്ധതിയിൽ ഉള്ളത്. ഈ പദ്ധതിയുടെ പൂർണ്ണമായ നടത്തിപ്പ് ഇടുക്കി ജില്ലയിൽ ഞങ്ങളൊരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച്, ഇടുക്കി ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഞങ്ങളുടെ അംഗങ്ങളുടെ ഇടയിൽ വളരെ സ്വാഗതാർഹമായി തീർന്നിട്ടുള്ള ഒരു പദ്ധതിയാണിത്. കേരളത്തിലൊട്ടാകെ കുടുംബസുരക്ഷാ പദ്ധതി സ്വാഗതാർഹമാണ്. നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നും യാതൊരു സഹായവും, അത് മരിച്ചാലും തീപിടിച്ചാലും കടനശിച്ചാലും എന്ത് പ്രകൃതി ദുരന്തമുണ്ടായാൽ പോലും വ്യാപാര മേഖലയ്ക്ക് 10 പൈസയുടെ സഹായം ഗവൺമെൻറ്റിൽ നിന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൈപിടിച്ച് താങ്ങി നിർത്താനുള്ള ചുമതല വ്യാപാര സംഘടനകൾക്കുണ്ട് എന്ന ഉത്തമ ബോധ്യമാണ് ഞങ്ങളെ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കാൻ പ്രേരിപ്പിച്ചത്.
അപ്പോൾ എന്താണെങ്കിലും ഈ വ്യാപാരമേള മാധ്യമം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഈ ഓൺലൈൻ പിന്നെ വ്യാപാരത്തിൻ്റെയൊക്കെ ഒരു കടന്നുവരവ് അത് ശരിക്കും വ്യാപാരികളെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്? ഓൺലൈൻ വ്യാപാര മേഖലയുടെ കടന്നുവരവും ഈ കോർപ്പറേറ്റ് കമ്പനികൾ ചെറിയ ഗ്രാമങ്ങളിൽ പോലും അവരുടെ ഷോറൂമുകൾ ആരംഭിക്കുന്നതും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വ്യാപാര മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എറണാകുളത്ത് ലുലു മാൾ വന്നപ്പോൾ ഞാൻ കരുതുന്നത് ഞങ്ങളുടെ സംഘടനയുടെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ഏതാണ്ട് അതിൻ്റെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു 10,000-ഓളം കടകൾ പൂട്ടിപ്പോയിട്ടുണ്ട് ലുലു വന്നതിന് ശേഷം. അതുപോലെ കോർപ്പറേറ്റ് ഇപ്പോൾ ട്രെൻഡ്, മോറ് അടക്കമുള്ള വിവിധ കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുവരവ് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഈ ഫ്ലഡ് കോവിഡ് കാലഘട്ടങ്ങളിലാണ്, പ്രത്യേകിച്ചും കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഓൺലൈൻ കടന്നുകയറ്റം കണ്ടമാനം വ്യാപകമായത്. അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ചെറുകിട വ്യാപാരികൾ എന്തെങ്കിലും ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം കൊടുത്താൽ പോലും അവർ 10,000, 25,000 പിഴയടിക്കണം. പക്ഷേ ഈ ഓൺലൈൻ വ്യാപാരികളെ ഒരു പരിശോധനയില്ല, ഒന്നുമില്ല, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. തന്നെ എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ വ്യാപാരം ഒരുപാട് ഇപ്പോൾ ആമസോണോ പോലെയൊക്കെ ഫ്ലിപ്കാർട്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് താങ്കൾ പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനികൾ വരുന്നുണ്ട്. പക്ഷേ നാട്ടാരറിയുന്ന നമ്മുടെ ചെറുകിട വ്യാപാരികളെ നാട്ടിലുള്ള ആവശ്യം വന്നാൽ ഒരു പിരിവ്, ഒരു 10 പൈസ അങ്ങനെ ഓടിച്ചില്ലുന്നത് താങ്കൾ പറയുന്ന ഒരു ചെറുകിട കച്ചവടക്കാർക്കിടയിലേക്കാണ് അല്ലേ? അപ്പോൾ തീർച്ചയായും ഓൺലൈനെ നിരുത്സാഹപ്പെടുത്തണമെന്നുള്ളതല്ല, പക്ഷേ ചെറുകിട വ്യാപാരികളുടെ നിലനിൽപ്പൂടെ അവിടെ ഒന്ന് പൊതുജനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ അതിനോട് ഈ വ്യാപാരികൾ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞു ചോദിച്ചു എന്ന് മാത്രം, നമ്മുടെ വിഷയം അതല്ല. എന്നാണെങ്കിലും ഭൂവിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ സംഘടനയുടെ പ്രസിഡൻ്റായതിനു ശേഷം പുതിയൊരു സംഘടനയ്ക്കൂടെ നിങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്, ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് അല്ലേ? അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സംഘടന ഇടുക്കി ജില്ലയിലെ 22 കർഷക സംഘടനകളും ഞങ്ങൾ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ്. ഈ സംഘടന രൂപം കൊടുക്കാനുള്ള തുടക്കത്തിലെ കാരണം ബഫർ സോൺ പ്രഖ്യാപനം ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളെ കടുത്ത ബുദ്ധിമുട്ടിലാക്കും എന്നതുകൊണ്ടാണ്. വലിയൊരു നിലനിൽപ്പ് ഭീഷണി വന്നു. അതോടൊപ്പം വന്യമൃഗ ശല്യം ഭയങ്കര രൂക്ഷമായി കാർഷിക മേഖലയെ തകർക്കുന്നുണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ല നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് നിർമ്മാണ നിരോധനം. ഈ 3 കൂട്ടം കാര്യങ്ങൾ, വന്യമൃഗശല്യത്തിൽ നിന്ന് ശാശ്വതമായ രക്ഷ, ഭൂവിഷയങ്ങളിൽ വ്യക്തതയില്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങൾ, നിർമ്മാണ നിരോധനം, ഈ 3 വിഷയങ്ങളും കാർഷിക മേഖലയുടെ മാത്രം വിഷയമല്ല. കാർഷിക മേഖലയെ എത്ര ചെറിയ തോതിൽ ബാധിക്കുന്ന ഏത് വിഷയവും ആദ്യം പ്രതിഫലിക്കുന്നത് ശരിക്കും വ്യാപാര മേഖലയാണ്. കർഷകൻ്റെ തകർച്ച അല്ലെങ്കിൽ കർഷകൻ്റെ തളർച്ച എന്ന് പറയുന്നത് വ്യാപാര മേഖലയുടെ തളർച്ചയും തകർച്ചയുമാണെന്ന് തിരിച്ചറിവാണ് ഞങ്ങളെ ഈ കർഷകരോടൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചത്. അല്ല, അത് പ്രത്യേകിച്ചും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കർഷകനും വ്യാപാരികളും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ തീർച്ചയായിട്ടും അല്ലേ? അതെ. അപ്പം കർഷകൻ്റെ ഒരു തകർച്ച വ്യാപാരിയുടെയാണ്. സ്വാഭാവികമായിട്ടും കർഷകൻ തകരുമ്പോൾ അപ്പോൾ ഒരു പലചരക്കാരാണെങ്കിൽ പോലും അവനെ നിലനിർത്തേണ്ട ചുമതല വ്യാപാരിക്കാണ്. അപ്പം വ്യാപാരി അവിടെ തകരുകയാണ്. തന്നെയല്ല, വ്യാപാരി കർഷകനാണ് ഇടുക്കിയിലെ. തീർച്ചയായിട്ടും അല്ലേ? ഞങ്ങളുടെ ഒരു 90% വ്യാപാരികളും ആ വ്യാപാരത്തോടൊപ്പം തന്നെ കാർഷിക മേഖലയും ജോലി ചെയ്യുന്നയാൾ. എനിക്കൊന്നിപ്പോൾ ഈ നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഗ്രാമീണ മേഖലകൾ ഇപ്പോൾ ഒരുപക്ഷെ കട്ടപ്പനയോ അടിമാലിയോ തൊടുപുഴയോ നെടുങ്കണ്ടമോ കുമ്പളിയോ ഒക്കെ ഒഴിച്ചാൽ അവിടെ ഉണ്ട് ചിലർ. എനിക്ക് തോന്നുന്നു ഇപ്പം വലിയ കച്ചവടക്കുറവ് വന്നപ്പോൾ ഒരു 12 മണിയോടുകൂടി കട അടച്ചാൽ പിന്നെ 3 മണിക്കാണ് വന്ന് തുറക്കുന്നത്. കാരണം ആ സമയത്ത് പറമ്പിൽ പണിയുന്ന ജീവിക്കാനുള്ളൊരു പെടാപ്പാട് പണിയുക അല്ലേ? അപ്പോൾ എന്നാൽ ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കണം എന്ന ഒരാവശ്യത്തിൽ ഇപ്പോൾ ഇതാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, വ്യാപാരികൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെൻറ്റുകൾ വലിയ അലംഭാവം കാട്ടിയിട്ടുണ്ട് എന്ന അഭിപ്രായമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്കുള്ളത്. അവർ ഈ കർഷകരെ ഇപ്പോൾ എല്ലാ വാഗ്ദാനങ്ങളും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലാതെ ഭൂവിഷയങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിൽ ഗവൺമെൻറ് കാര്യമായ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം വിഷയങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോയാലേ പല രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പൊതുവെ പറയാറുണ്ട്. അതിൽ കുറേ യാഥാർത്ഥ്യമുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്താണെങ്കിൽ ഈ വിഷയം പൂർണ്ണമായും പരിഹരിക്കപ്പെടരുത്
അല്ലേ? അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കാരണം പൂർണ്ണമായി പരിഹരിച്ചാൽ പിന്നെ വിഷയമില്ലാതെ വരികയാണ്, വിഷയദാരിദ്ര്യം നേരിട്ടല്ലേ, അതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയും സാധ്യതകളുണ്ട്. ഇവരിപ്പോ വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഇടുക്കി ജില്ലയിലെ ഈ നിർമ്മാണ നിരോധനം അടക്കമുള്ള ഭൂവിഷയങ്ങൾ. അല്ലെ, അതെന്താണ് അങ്ങനെ താങ്കൾ പറയാൻ വളരെ നിസ്സാരം എന്ന് ഉദ്ദേശിച്ചത്? വളരെ നിസ്സാരമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ പുതിയ 60-ലെ ഭൂനിയമത്തിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല ഇത് കൃഷിക്കും വാസഗൃഹത്തിനും മാത്രമാണെന്ന്. 64-ൽ ചട്ടമുണ്ടാക്കിയപ്പോൾ അതിൽ 4-ാം ചട്ടത്തിലാണ് ഇത് കൃഷിക്കും വാസഗൃഹത്തിനും മാത്രമേ പാടുള്ളൂ എന്ന പരാമർശമുള്ളത്. നിയമത്തിലില്ലാത്ത ഒരു സംഭവം ചട്ടത്തിൽ കൊണ്ടുവന്ന് ചേർത്തു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല, ആ ഗൂഢാലോചന കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഉദ്യോഗസ്ഥന്മാർക്ക് നേട്ടമുണ്ടല്ലോ. നിയമങ്ങൾ എത്രമാത്രം കർക്കശമാണോ ദുർബലമാകുന്നോ അതിന്റെ നേട്ടം, സാമ്പത്തിക നേട്ടം ഉദ്യോഗസ്ഥന്മാർക്കാണല്ലോ പരോക്ഷമായിട്ട്. ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാകുള്ളൂ. അതെ അതെ, അതാണ് അതിനകത്ത്. അപ്പൊ ഈ ഭൂവിഷയമായി കൂട്ടി വായിക്കുമ്പോഴേ ഈ ഇപ്പോൾ ഗവർണറുമായിട്ടുള്ള ഒരു വലിയൊരു വിവാദമുണ്ട്, ഗവർണർ ഒപ്പിടുന്നില്ല എന്നുള്ളത്. ആ ഒരു നടപടി ഗവർണർ ഒപ്പിടാത്ത അവിടെ നിൽക്കട്ടെ, അത് ഒപ്പിടണോ വേണ്ട അത് ഗവർണറുടെ തീരുമാനമാണ്, അവിടെ നിൽക്കട്ടെ. ആ ഒരു ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വ്യാപാരികൾ? ഞങ്ങൾ ഇതിനകത്ത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ബിജു? അതായത് 964-ലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച 4-ാം ചട്ടം കൃഷിക്കും വാസഗൃഹത്തിനും മാത്രം, സത്യത്തിൽ ആ ചട്ടം ഭേദഗതി ചെയ്താൽ മതി എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ആ കൃഷിക്കും വാസഗൃഹത്തിനും മറ്റ് നിർമ്മിതികൾക്കും എന്ന് ഒറ്റ വാക്ക് ചേർത്താൽ ഒരു പുതിയ നിയമം ഉണ്ടാക്കപ്പെടേണ്ട കാര്യം പോലുമില്ല. ഒറ്റ ചട്ടത്തിലാണല്ലോ. പഴയ 60-ലെ നിയമത്തിൽ ഇതൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഇത് കൃഷിക്കും വാസഗൃഹത്തിനും മാത്രമേ പറ്റത്തുള്ളൂ എന്ന്. ചട്ടത്തിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി പോലും പറഞ്ഞത് ഈ ചട്ടം ഭേദഗതി ചെയ്യാനാണ്. 2019-ലെ സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തതും ഈ ചട്ടം ഭേദഗതി ചെയ്യാനാണ് തീരുമാനമെടുത്തത്. ഇതൊന്നുമല്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ വർഷത്തെ പ്രകടനപത്രികയിൽ 380 84 പേജിൽ പറയുന്നത് ചട്ടം ഭേദഗതി ചെയ്യുമെന്നാണ്. ഭൂവിഷയങ്ങൾ പരിഹരിക്കാൻ ചട്ടം ഭേദഗതി ചെയ്യും, നിയമം ഭേദഗതി ചെയ്യുമെന്ന് അവരുടെ പ്രകടനപത്രികയിൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്? ഇപ്പോൾ ഈ നിയമത്തിലൂടെ ഞങ്ങൾ കാണുന്നത് ഇടുക്കി ജില്ലയിലെ മുഴുവൻ നിർമ്മിതികളും അനധികൃതമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ അനധികൃത നിർമ്മിതികളെല്ലാം ക്രമവൽക്കരിക്കാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്നു എന്നേ ഉള്ളൂ പുതിയ ബില്ലില്. നല്ലതല്ലേ? നല്ലതല്ലേന്ന് ചോദിച്ചാൽ അതിനകത്തൊരു അപകടമുണ്ട് ബിജു. ഈ നിയമം പാസ്സാക്കി പിറ്റേ ദിവസം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ്? 5 കൂട്ടം നികുതി ഈ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ഞങ്ങൾ അദ്ദേഹത്തോട് ബഹുമാനമാണ്. കാരണം ഉള്ളത് തുറന്നു പറയുന്നല്ലേ നല്ലത്. ഇടുക്കിയിൽ വന്ന് അതിനുശേഷം ഇടുക്കിയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ്. ഒന്ന്, ഈ നിർമ്മിതികളെല്ലാം അനധികൃതമായി. അപ്പോൾ കൊമേഴ്സ്യൽ ബില്ലിങ്ങൾ അധികൃതമാക്കാൻ അല്ലെങ്കിൽ റെഗുലറൈസ് ചെയ്യാൻ, ഒന്ന് അതിന് അപേക്ഷ ഫീസ് വാങ്ങും, 2 റെഗുലറൈസേഷൻ ഫീസ് വാങ്ങും, 3 പെർമിറ്റ് ഫീസ് വാങ്ങും, 4 ഹരിത സെസ് വാങ്ങും, 5 വാർഷിക സെസ് വാങ്ങും. എൻ്റെ ബിജു, ഒരു പട്ടയം ഒരു മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കർഷകന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പട്ടയ സ്ഥലത്ത് അവന് പൂർണ്ണ അധികാരവും അവകാശവുമല്ലേ? മറ്റു പട്ടയങ്ങളെല്ലാം മഹാരാജാക്കന്മാരുടെ വിളംബര പ്രകാരം കൊടുത്ത പട്ടയത്തിലും ചെമ്പ് പട്ടയത്തിലുമെല്ലാം ഇല്ലാത്ത ഒരു പുതിയ വ്യവസ്ഥ. വാർഷിക സെസ് എന്ന് പറഞ്ഞാൽ കപ്പം കൊടുക്കുക എന്നാണ് അതിനർത്ഥം. ഓരോ വർഷവും കപ്പം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഭൂമി നമ്മുടേതല്ലെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു അതുപോലെ ഹരിത സെസ് നമ്മൾ ഒരു റെഗുലറൈസേഷൻ്റെ ഭാഗമായിട്ട് ഹരിത സെസ് ഗവൺമെൻറ്റിന് കൊടുത്താൽ നമ്മൾ ഹരിത പരമായ മുഴുവൻ നിയന്ത്രണങ്ങളുടെയും അടിയിലായി, അതിൻ്റെ അധീനതയിലായി നമ്മൾ. അത് ഭാവിയിൽ നമ്മളെ ഗുരുതരമായി ബാധിക്കും, നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കും. നമ്മൾ ഈ പരിസ്ഥിതി ലോല മേഖലയിലാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഹരിത സെസ് കൊടുക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 55% വനപ്രദേശമാണ്, 25% വന ആവരണമാണ്, ഗ്രീൻ കവർ എന്ന് പറഞ്ഞാൽ ഏകദേശം 80% ഭൂപ്രദേശം നല്ല പച്ചപ്പ വനത്തിന് സമാനമാണ്. 55% വനം, 25% വനാവരണം. പോയിട്ട് 20% പ്രദേശങ്ങളെ ശരിക്കും ഇടുക്കി ജില്ലയിൽ മനുഷ്യവാസത്തിന് യോഗ്യമായിട്ട് ഗവൺമെൻറ് പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് നൽകുന്നുള്ളൂ. അതിനിടയ്ക്ക് കൊണ്ട് ഹരിത സെസ് ഇടുക്കി ജില്ലയോട് വാങ്ങിച്ചാൽ അത് അനീതിയല്ലേ ബിജു? തീർച്ചയായിട്ടും. വിദേശത്ത് ആരെങ്കിലും കാർബൺ പുറത്തേക്ക് തള്ളി വലിയ നമ്മുടെ ഭൗമപാളികൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഇടുക്കിയിലെ കർഷകർ താങ്ങാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ഗവൺമെൻറ് നയം
ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പരിസ്ഥിതി സംരക്ഷകർ ഇടുക്കിക്കാർ മാത്രമാണ്. ഇടുക്കിക്കാരുടെ ചുമതല മാത്രമായി മാറ്റിയെടുക്കുകയാണ്. അതിനെയാണ് ഞങ്ങൾ ഇടുക്കി ലാൻഡ്. അപ്പം യഥാർത്ഥത്തിൽ താങ്കൾ പറയുന്നത് ഗവർണർ ഒപ്പിടാതെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ ബില്ല് കൊണ്ട് നമുക്ക് വലിയ ഗുണമില്ല, ആ ബില്ലിൻ്റെ ആവശ്യമേ ഇല്ല എന്ന അഭിപ്രായമാണ് നമുക്കുള്ളത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 64-ലെ ചട്ടത്തിൽ കൃഷിക്കും വാസഗൃഹത്തിനും എന്നതിൻ്റെ കൂടെ മറ്റ് ആവശ്യങ്ങൾക്കൊന്നും കൂടെ ചേർത്ത പ്രശ്നം തീർന്നു. പിന്നെ ഗവർണറെ പിന്നെ ഇവർ പുതിയ നിയമം കൊണ്ടുവന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ചട്ടം വരുമ്പോൾ ഇതെല്ലാം പരിഹരിച്ചാൽ നല്ലത്, നമുക്ക് ആക്ഷേപമില്ല, പരിഹരിച്ചാൽ നല്ലത്. പക്ഷേ ഈ പറയുന്ന ഹരിത സെസ്സും വാർഷിക സെസ്സും ഉൾപ്പെടെയുള്ള വലിയ തുക പിഴ ചുമത്തിക്കൊണ്ടാണ് ഇത് റെഗുലറൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായും നമുക്ക് എതിർക്കേണ്ടി വരും. കാരണം ഇത് ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ വീണ്ടും അവനിലേക്ക് കൂടുതൽ സെസ് അല്ലെങ്കിൽ നികുതികൾ ചുമത്തപ്പെടുന്നത് വലിയ ഭാരം തന്നെയല്ലേ? കൂനിൽമേൽ കുരു എന്നതുപോലെ മാറിപ്പോകില്ലേ വിഷയങ്ങൾ? അല്ല, ഇപ്പോൾ തന്നെ നമുക്ക് മാലിന്യവുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ചെറിയൊരു കിറ്റ് കടയിൽ നിന്ന് എടുത്താൽ അവന് 10,000 രൂപ പിഴ, 25,000 പിഴ. പക്ഷേ ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടി ഈ വ്യാപാരശാലയിലെത്തുന്ന 100-98% ഇതേ പ്ലാസ്റ്റിക്കിൽ കവർ ചെയ്താണ് വരുന്നത്. തീർച്ചയായിട്ടും സൂപ്പർ മാർക്കറ്റുകളിൽ, വലിയ മാളുകളിൽ, ഇവിടെയെല്ലാം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിലാണ് പാക്ക് ചെയ്ത് മുഴുവൻ സാധനങ്ങളും വരുന്നത്. ഇവർ പറയുന്നത് ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ മാത്രം അങ്ങനെ കൊടുക്കാം. അപ്പോൾ സാധാരണ ചെറുകിട വ്യാപാരികൾക്ക് മാത്രമല്ല ഇത് ബാധകമാകുന്നുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ മിൽമയുടെ പാല് കൊടുക്കുന്നത് പ്ലാസ്റ്റിക് കവറിനകത്തല്ലേ? മദ്യഷാപ്പുകളിൽ, ബിവറേജസ് ഷോപ്പുകളിൽ മദ്യം വിൽക്കുന്നതും പ്ലാസ്റ്റിക് ക്യാനുകളിലല്ലേ? പിന്നെ ഇതെല്ലാ സ്ഥലത്തും ഉള്ളപ്പോൾ ചെറുകിട വ്യാപാരി മാത്രം ഈ സാധനം കൊടുക്കരുത് എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തി? അവിടെ ഒരു ചൂണ്ടിക്കാണിക്കലുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയും, ഇപ്പം നമ്മൾ മുളക് പൊടി അങ്ങനെയുള്ള മസാലകളില്ലേ, പൊടികൾ, അതൊക്കെ അതിന് ഗുണകരമായ കവറിൽ വന്നില്ലേ അത് കേടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ടിന്നിലാക്കി എത്തിയിരുന്ന വിഷയമുള്ളൂ. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ബദൽ സംവിധാനം ഇപ്പോൾ തന്നെ താങ്കൾക്കറിയാം, സൂപ്പർ മാർക്കറ്റുകളിൽ താങ്കൾ പറയുന്നത് ഇപ്പം നമ്മുടെ ഇപ്പോൾ താങ്കളുടെ ആണ് ഇപ്പോൾ ജില്ല മൊത്തം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറു കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം പയറ്, ഉഴുന്ന്, പരിപ്പ്, ചെറുപയർ, വൻപയർ, ഇങ്ങനെയൊക്കെയുള്ള കടല അല്ലേ, ഇതൊക്കെ പണ്ട് നമ്മൾ ചാക്കിൽ വന്ന് തൂക്കി തരികയായിരുന്നു പേപ്പർ പോയിന്. ഇപ്പോൾ അതും പ്ലാസ്റ്റിക് കവറിലാക്കി. അതൊക്കെ എന്തുകൊണ്ട് ഈ ചാക്കിൽ തൂക്കി കൊടുത്തുകൂടാ? അത് ചോദ്യമാണ്. പക്ഷേ ഈ കണ്ടമാനം ഇത്തരം ഈ പൾസസ് ഐറ്റങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, കടല പോലുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഈ ചാക്കിൽ തൂക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഈ ഇതിന് ഫംഗസിന്റെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഫംഗസ് ഉണ്ടാകാൻ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ മിസ്റ്റർ സണ്ണി, ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ തലമുറകളിൽ ഈ കടയിൽ പോയി ഞാനും താങ്കളും ഒക്കെ 1 കിലോ 1 കിലോ മേടിച്ചോണ്ടതല്ലേ? അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് ബദൽ സംവിധാനം ഉണ്ടാകണം. ഞാൻ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക്കിന്റെ അളവ് കുറയ്ക്കണം. അതിലെല്ലാം ഉപരി ഒരു പ്ലാസ്റ്റിക് കൂടി ഉപയോഗിക്കാത്ത വ്യാപാരിയോടും അതുപോലെ തന്നെ വീടുകളിലും വന്ന്, വീടുകളിൽ 50 രൂപയാണ്, വ്യാപാരികളോട് എത്ര മേടിക്കുന്നത്? 100 രൂപ മേടിക്കുന്നത്. കോർപ്പറേഷനിൽ 250 രൂപ. എന്നോട് ഒരു സ്നേഹമുള്ളൊരു ബാർബർ ഷോപ്പുകാരൻ പറഞ്ഞു, ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് പക്ഷേ മുടി അവർ കൊണ്ടുപോകില്ല, അവനാകെ വേസ്റ്റ് എന്ന് പറയാൻ മുടിയേ ഉള്ളൂ. അപ്പം അറവുശാലയിൽ വന്ന് അവർ പണം മേടിക്കുന്നുണ്ട്, അറവ് മാലിന്യങ്ങൾ അവർ എടുക്കുന്നില്ല. അപ്പം അതിനകത്തൊക്കെ ഒരു ആസൂത്രണത്തിൽ ഒരു പാളിച്ചയില്ല ശരിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം സ്വർണ്ണക്കട, അവിടെ എന്താണ് മാലിന്യം ഇരിക്കുന്നത്? സ്വർണ്ണ പണിക്കാരൻ, അവിടെ എന്താണ് മാലിന്യം ഇരിക്കുന്നത്? മാലിന്യം ഉള്ള കടക്കാരോട് മാത്രം ശരിക്കും ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ വാങ്ങാൻ പാടുള്ളൂ എന്ന് തന്നെയാണ്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. താങ്കൾക്കറിയാമല്ലോ, ഒരു വ്യാപാരശാലയ്ക്ക് ലൈസൻസിന് ചെല്ലുമ്പോൾ മാലിന്യം സംസ്കരിക്കുന്നതിന് ഉള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് ബോധ്യപ്പെട്ട ലൈസൻസ് കൊടുക്കുന്നത്. പിന്നെ ഇതിനവിടെ വേറെ ഫീസ് പഠിക്കുന്നത് അത് ചോദ്യമാണ്. ഇപ്പോൾ ഉണ്ടല്ലോ ബിജു, ഇപ്പോൾ കഴിഞ്ഞ മാസം 26-ാം തീയതിയോ 28-ാം തീയതിയോ ആണെന്ന് തോന്നുന്നു, ഗവൺമെൻറ് ഒരു പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും 3 ബിന്ന് വെക്കണം. ജൈവ മാലിന്യം ശേഖരിക്കാൻ ഒരു ബില്ല്, അജൈവ മാലിന്യം ഇടാൻ മറ്റൊരു ബിന്ന്, നമ്മുടെ ആപത്കരമായ സാധനം എന്ന് പറഞ്ഞാൽ ഗ്ലാസും ബൾബും ഒക്കെ പൊട്ടിയ സാധനം ഇടുന്നതിന് മറ്റൊരു ബിന്ന്. 3 ബിന്ന്. 100 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയില്ലാത്ത ഒരു കടക്കാരന് എങ്ങനെ 3 ബിന്ന് വെക്കും? അല്ല, ഞാൻ ഈ കേസിൽ എനിക്ക് തോന്നുന്നു താങ്കളായിരുന്നു എൻ്റെ പ്രൈം ടൈം ഡിബേറ്റിൽ എന്നോട് ഈ വിഷയത്തിൽ, അല്ല അന്ന് PN ബേബിയാണ്, അന്ന് താങ്കൾ അസൗകര്യം, PN ബേബിയാണ് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു. അന്ന് പഞ്ചായത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്, മൂന്നാറിൽ നിന്ന്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറയുന്നൊക്കെ ഉള്ളൂ, 2 വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അത് ശരിയല്ലല്ലോ, ഒരു നിയമത്തിലൊന്ന് പറയുന്നു,
അത് വേണ്ട, എന്നാ പിന്നെ 2 വെച്ചാൽ മതി, നിങ്ങൾക്ക് നിയമം ഇറക്കിയാൽ പോരെ. അതല്ല, അത് പിഴയല്ലേ. മാലിന്യമുള്ളവൻ ജൈവ മാലിന്യം എന്ന് പറയുന്നത് ഹോട്ടലിലും ബേക്കറികളിലും ഭക്ഷണ സാധനം കൊടുക്കുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ജൈവ മാലിന്യം. അജൈവ മാലിന്യമാണ് പിന്നെയും വ്യാപാരശാലകളിൽ ഉള്ളത്. ആപൽക്കരമായ മാലിന്യങ്ങൾ 99% കടകളിലും ഇല്ല. എന്നാൽ പിന്നെ അജൈവ മാലിന്യം ശേഖരിക്കാൻ വേണ്ടി ഒരു ബിന്ന് വെക്കാൻ പറഞ്ഞാൽ പോരെ. ഇപ്പം ഇവർ പറയുന്നത്, പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത്, മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കർത്തവ്യമാണെന്ന് പഞ്ചായത്ത് രാജ് ആക്ടിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറുന്നു എന്ന് മാത്രമല്ല, ഇതിനകത്ത് വലിയ അപകടം, ഞങ്ങളുടെ മാലിന്യം ഞങ്ങൾ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സാമാന്യ ലോജിക്കുണ്ട്. ഇവർ പറയുന്നത് എന്താണ്? ഉപഭോക്താവിൻ്റെ മാലിന്യം ഈ 3 ബിന്നുകളിലും അവർക്ക് നിക്ഷേപിക്കാം. വഴിയെ നടന്നു പോകുന്ന പൊതുജനങ്ങൾക്കും ഈ ബിന്നുകളിൽ അവരുടെ മാലിന്യം നിക്ഷേപിക്കാം. അവിടെ ഒരു വ്യക്തതയുടെ ആവശ്യമുണ്ട്. ഞാനത് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഇപ്പം ആ സ്ഥാപനത്തിൽ വരുന്നവരുടെ, ഇപ്പം ഞാൻ കടയിൽ ചെന്നു, എൻ്റെ കയ്യിൽ കൂടെ ഉണ്ടല്ലേ മേടിച്ചു, എനിക്കത് അവിടെ ഇടാം, അതാണെന്ന് പറയുന്നത്. അല്ലാതെ വഴിയെ പോകുന്നവന് ശരിയാ, സ്വാഭാവികമായിട്ടും അങ്ങനെ പോകുന്ന കടയെ കൊണ്ട് ഇട്ടാലും ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ല. മാത്രമല്ല, ഇപ്പം കടയിലെ കയ്യിൽ കയറി ഒരു ചായ കുടിച്ചിട്ട് അവൻ്റെ കയ്യിലുള്ള കുറേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അങ്ങ് ഡംപ് ചെയ്താൽ നമ്മൾ സ്വീകരിക്കണം. അവൻ കടയിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരാൾക്ക് ഒരു ചായ കുടിച്ചാൽ മാലിന്യം നിക്ഷേപിക്കും. അവൻ കടയിൽ വന്നതല്ലേ. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞിരിക്കുന്ന വലിയ അബദ്ധം, ഇവർക്ക് മുഴുവൻ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് നമ്മൾ ഒരുക്കണം. കടയിൽ വരുന്ന കസ്റ്റമർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ അതല്ല, ഇപ്പോൾ പഞ്ചായത്ത് പൊതു കക്കൂസുകൾ നിർമ്മിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ കടയിൽ പൊതുജനങ്ങൾക്കും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉപയോഗിക്കാവുന്നതാണ്. അവൻ കടയിൽ വന്നൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നില്ലെങ്കിൽ പോലും പൊതുജനം എന്ന നിർവചനം അവർ പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഏത് ജനത്തിനും നമ്മുടെ കടയിൽ കയറി ടോയ്ലറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അത് എവിടുത്തെ ന്യായമാണ്? ഉപഭോക്താവ് എന്ന് പറയുമ്പോൾ അവിടെ വന്ന് ഉപയോഗിക്കുന്നവനല്ലേ. ഉപഭോക്താവാണെ കുഴപ്പമില്ല, കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വരുന്ന പൊതുജനതാ മെൻഷൻ ചെയ്തേക്കുന്നത് എന്ന് പറയുമ്പോൾ ആർക്കും ഏത് സമയത്തും വന്ന് സാധിച്ചിട്ട് പോകാം എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ബാധ്യതയായി വരികയാണ്. നമ്മൾ പറയുന്നത് കൂനുമേൽ കുരു പോലെയാണ് ഗവൺമെൻറ്റിൻ്റെ ഓരോരോ നിയമങ്ങളും നിയന്ത്രണങ്ങളും വ്യാപാര മേഖലയിൽ വരിഞ്ഞു മുറുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളെ മാത്രമാക്കി നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ, ചെറുകിട വ്യാപാര മേഖലയെ പൂട്ടിച്ചു കൊണ്ടുപോകാനുള്ള കോർപ്പറേറ്റുകൾക്ക് ചൂട്ടുപിടിക്കുന്ന വളരെ വളരെ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു നീക്കം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും അതിന് കൂട്ടുനിൽക്കുന്നതായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഓക്കെ, നമുക്ക് ആ ഭൂവിഷയമാണല്ലോ കീറാൻ പറ്റി. നമുക്ക് ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് അതിലേക്ക് മടങ്ങി വരാം. എന്താണെങ്കിലും ഈ ഗവർണർ ബില്ലിൽ ഒപ്പിടുന്നില്ല. അപ്പം വ്യാപാരികൾ ഈ കഴിഞ്ഞ ദിവസം തൊടുപുഴ നടന്ന പ്രോഗ്രാമിലൊക്കെ അന്ന് അവിടെ നിങ്ങളുടെ യോഗ സ്ഥലത്തേക്ക് വന്ന ഒരു പ്രകടനം മുണ്ടമറ്റം ജംഗ്ഷൻ അമ്പാടി ഹോട്ടലിൽ പോലീസ് തടയുകയുണ്ടായി. ഞാനത് നേരിട്ട് റിപ്പോർട്ട് ചെയ്തയാളാണ്. അവിടെ അന്ന് അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് CPIയുടെ, എമ്മിൻ്റെ അല്ല, CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗം PP ജോയി വളരെ വിവാദപരമായ ഒരു പ്രസംഗം നടത്തി. അത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞത് വ്യാപാരികൾ ശരിക്കും കർഷക ദ്രോഹികളാണ്. അപ്പം അദ്ദേഹം, അത് പ്രസംഗമാണ്, അദ്ദേഹം ബൈറ്റാണ് നമുക്ക് ചോദിക്കാം. അദ്ദേഹം പ്രസംഗത്തിലാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം പറയുന്നത് ഇന്നത്തെ അന്ന് നടത്തിയ ഹർത്താൽ അത് വ്യാപാരികളായിരുന്നു നടത്തേണ്ടത്. കാരണം കർഷക ദ്രോഹം നടപടി സ്വീകരിച്ച ഒരു ഗവർണർക്കെതിരെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ഗവർണറെ ഇടുക്കിയിൽ കൊണ്ട് നിങ്ങൾ സംരക്ഷിച്ചു എന്നാണ് ചോദ്യം. ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഗവർണറെ നമ്മൾ ഇടുക്കിയിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു ചോദ്യമല്ലേ. പിന്നെ നിങ്ങളെ കറക്റ്റ് ദിവസം ഞങ്ങൾ വെച്ചതല്ലോ. ഞങ്ങൾ നവംബർ മാസം 6 ഗവർണറുടെ ഓഫീസിൽ ഞങ്ങളുടെ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഇനാഗുറേഷന് വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുത്തു. അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സന്തോഷമാണ്. ഒരു ഗവർണർ ഇടുക്കി ജില്ലയിൽ ഇന്ന് വരെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നിട്ടില്ല. മൂന്നാറിലും തേക്കടിയിലും പണ്ട് ശീലാ ദീക്ഷിത് ഗവർണർ ആയിരിക്കുമ്പോൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് 2014. അതിനുശേഷം വന്നിട്ടില്ല. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു ഗവർണർ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇടതുപക്ഷം, വലതുപക്ഷം, നടുപക്ഷം, BJP അടക്കമുള്ള മുഴുവൻ കക്ഷികളും ഞങ്ങളുടെ വ്യാപാരികളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾക്ക്
ഒരു രാഷ്ട്രീയ നിലപാട് പൊതുപക്ഷമാണ്. ഞങ്ങൾ സമദൂരമാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് ആരെയും പ്രത്യേകിച്ച് ഉയർത്തിക്കാട്ടാനോ പ്രത്യേകിച്ച് ഇകഴ്ത്താനോ ഉള്ള ഒരു ലക്ഷ്യവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുക. അതിന് ഗവർണർ തീയതി തന്നത് ഡിസംബർ മാസം 15-ാം തീയതിക്ക് മുമ്പ് തീയതി തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ ഡിസംബർ 15-നുള്ളിൽ അദ്ദേഹത്തിന് തീയതി ഉണ്ടായിരുന്നില്ല. 15 കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസും ന്യൂ ഇയറും ആകുമ്പോൾ ഞങ്ങളുടെ വ്യാപാരികളെ പങ്കെടുപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ജനുവരി 2-ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 3-ാമത്തെ ആഴ്ചയോ തീയതി തരാൻ പറഞ്ഞു. അദ്ദേഹം 9-ാം തീയതി തന്നു. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അത്രയേ ഉള്ളൂ. അതിനകത്ത് മനഃപൂർവ്വമായ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷമാണോ ഈ ഇടതുപക്ഷം രാജ്ഭവൻ മാർച്ച് ഫിക്സ് ചെയ്തത്? രാജ്ഭവൻ മാർച്ച് അവർ അനൗൺസ് ചെയ്ത് ഞങ്ങൾ ഗവർണറുടെ അടുത്ത് ഡേറ്റ് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. പക്ഷേ റിക്വസ്റ്റ് ചെയ്തു എന്ന് താങ്കൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാണോ അതിനു മുമ്പാണോ? അത് 9-ാം തീയതി രാജ്ഭവൻ മാർച്ച് അവർ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഗവർണറുടെ കൺഫർമേഷൻ കിട്ടുന്നത്. അതെ. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വിഷയം ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങൾ സ്വാഭാവികമായും നേരത്തെ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അപ്പം രാജ്ഭവൻ അത് അംഗീകരിച്ചു വന്നത് 9-ാം തീയതിയാണ്. പിന്നെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. അന്നേരത്തേക്ക് അവർ അത് ഡിക്ലെയർ ചെയ്യും. അപ്പൊ ശരിക്കും ഇതൊരു മനഃപൂർവ്വമായ ഒരു സംഭവമല്ല. ഒരിക്കലുമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ കോയിൻസിഡൻസ്. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരുവിധ ദുരുദ്ദേശവുമില്ല. ആ ദുരുദ്ദേശം ആർക്കും ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ദുരുദ്ദേശം ഉണ്ടെന്ന് ഇടതുപക്ഷം പോലും പറയില്ല എന്നാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് ആരോപണമുണ്ട് സണ്ണി ബേബിൾ രാഷ്ട്രീയം കളിക്കുന്നു പ്രസിഡന്റ്. അത് അവരുടെ ഒരു പൊതു മീറ്റിങ്ങുകളിൽ ഞങ്ങളെ ഒന്ന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറയുന്നു എന്നല്ലാതെ അവരുടെ നേതാക്കന്മാർ മുഴുവനായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധം തന്നെയാണ്. ഞങ്ങളെല്ലാവരും ആദ്യം പറഞ്ഞല്ലോ, അത് കോൺഗ്രസ് ആയാലും CPM ആയാലും CPI ആയാലും BJP ആയാലും ഞങ്ങളെല്ലാ ആളുകളോടും ഒരു സമദൂരമാണ് ഞങ്ങൾ പാലിക്കുന്നത്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ ആളുകളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാൻ പറ്റത്തുണ്ടോ? ഒരിക്കലും പിടിക്കത്തുമില്ല കേട്ടോ. ഏകോപന സമിതി നിഷ്പക്ഷ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യാപാര സംഘടനയാണ്. പക്ഷേ പല വ്യാപാര സംഘടനകളും രാഷ്ട്രീയമായ നിലപാടുകളുള്ള സംഘടനകളുണ്ട്. പക്ഷേ ഈ അണച്ചാൽ രാജകുമാരി ആ മേഖലയിലൊക്കെ ഈ വ്യാപാരികളുടെ പ്രോഗ്രാമിൽ നിങ്ങൾ നടത്തിയ പരിപാടിയിൽ നിങ്ങളുടെ വ്യാപാരികളുടെ പങ്കാളിത്തം കുറഞ്ഞിരുന്നു. ഇടതുപക്ഷ ഇടപെടലുണ്ടായി എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഒരു കാര്യമില്ല അതിനകത്ത്. രാജാക്കാട് നിന്ന് ഞങ്ങളുടെ പരിപാടിയിൽ 26 പേര് പങ്കെടുത്തു. 26 പേര് തന്നെ ഭയങ്കര നമ്പരാണ്. രാജാക്കാട് ഇടതുപക്ഷത്തിൻ്റെ ഞാൻ രാജാക്കാടെന്ന് എടുത്തു പറഞ്ഞ ആ മേഖലയെന്ന് ഉദ്ദേശിച്ചു. അല്ല, അവിടുന്ന് നമുക്ക് 142 പേരാണ് രാജാക്കാട്. ഞങ്ങൾക്കൊരു ബ്ലോക്കുണ്ട്, 10 ബ്ലോക്കുകൾ ഇടുക്കി ജില്ലയിലുണ്ട്. രാജാക്കാട് ബ്ലോക്കിൽ നിന്ന് 142 ആകാണോ എനിക്ക് സംശയമുണ്ട്. അത്രയും ആളുകൾ പങ്കെടുത്തു. അപ്പോൾ ഈ ആനച്ചാൽ എന്ന് പറയുന്നത് അടിമാലി ബ്ലോക്കിൽപ്പെട്ട പ്രദേശമാണ്. അവിടുന്ന് 139 പേര് പങ്കെടുത്തു. അതിൽ ആനച്ചാലിൽ നിന്ന് 9 പേരുണ്ട്. അതിനകത്ത് വലിയ കാര്യമില്ല. ഇതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. ഇവർ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഞങ്ങൾക്കെതിരെ അല്ലല്ലോ, ഗവർണർക്കെതിരെയല്ലേ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്കെതിരെ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഹർത്താൽ സത്യത്തിൽ ഞങ്ങൾക്ക് ഗുണം ചെയ്തു കേട്ടോ. ഞങ്ങളുടെ വ്യാപാരികൾക്കൊക്കെ കട തുറന്നു വെച്ചിട്ട് പരിപാടിക്ക് വരാൻ ഭയങ്കര മടിയുള്ള ആളുകളാണ്. പക്ഷേ ഇവർ ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ കടയെല്ലാം അടഞ്ഞു കിടന്നപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആളുകൾ വന്നു. ഞങ്ങളൊരു 600 പേരെ പങ്കെടുപ്പിച്ച് ആ ഓഡിറ്റോറിയത്തിൻ്റെ തൊടുപുഴ മർച്ചൻസ് ട്രസ്റ്റ് ഹാളിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 600 സീറ്റിംഗ് ആണ് പരമാവധി. ബാൽക്കണി സഹിതം എടുത്താൽ ഒരു 750 പേർക്ക് ഇരിക്കാം. 812 പേര് വന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ. അത് നിങ്ങളുടെ രജിസ്റ്ററിൽ ഒപ്പിട്ടെ. അല്ലാതെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ ഗവർണർ വന്നപ്പോൾ ക്ലോസ് ചെയ്തു. അതിനുശേഷവും കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അവരെ രജിസ്ട്രേഷനിൽ പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, വ്യാപാരികളല്ലാതെ പൊതുജനങ്ങളും ഉണ്ടായിരുന്നു. ഗവർണറെ കാണാൻ പുറത്തല്ല, അകത്ത് കയറുന്നില്ലല്ലോ. അകത്ത് ഞങ്ങളുടെ ടാഗും ബാഡ്ജും ഇല്ലാത്ത ആൾക്കാരെ പോലീസും കയറ്റിയത് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങളും കയറ്റിയിട്ടില്ല. ബാഡ്ജ് ടാഗ് അതാണ് കറക്റ്റ് 812 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ബിജു അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചെങ്കിലും ഞങ്ങളുടെ ആളുകൾ അന്ന് രാവിലെ പോകുന്ന ആളുകളുണ്ട്, തലേദിവസം വന്ന ആളുകളുണ്ട്. ഒരു സ്ഥലത്തും അവർ ഞങ്ങളുടെ വണ്ടി തടഞ്ഞതായിട്ട് എനിക്ക് ഇതുവരെ റിപ്പോർട്ട്. അല്ല, ഞാനിപ്പോഴും പറയാം കേട്ടോ, PP ജോയുടെ പരാമർശം അങ്ങനെ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ CPM-ന്റെ നേതാക്കൾ ഇപ്പോൾ CV വർഗീസ് ആണെങ്കിലും അല്ല അവരുടെ ജില്ലാ സെക്രട്ടറി അവരുടെ ഉത്തരവാദിത്വപ്പെട്ട ആരും വ്യാപാരികൾ ഉള്ളടത്തും കുറ്റം പറഞ്ഞ് നമ്മളാരും കേട്ടിട്ടില്ല. ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞപ്പോൾ CPM-ന്റെ CV വർഗീസ് സഖാവാണെങ്കിലും CPI-യുടെ സലീം കുമാർ സഖാവാണെങ്കിലും എന്തിന് മണിയാശാനാണെങ്കിൽ പോലും ഞങ്ങളുടെ ഈ പരിപാടിയെ എതിർത്തോ തള്ളിയോ പറഞ്ഞതായി ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് എന്നോട് അനുഭവം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി തടഞ്ഞിട്ടില്ല. നടന്നു വന്നാൽ പോലും തടയുമെന്ന് നേരത്തെ ചില ഞങ്ങളുടെ യൂണിറ്റുകൾ ഭയപ്പാടോടെ പറഞ്ഞിരുന്നു. അല്ലെന്ന് CPM അതിനകത്ത് വ്യക്തമായ നിലപാട് തലേദിവസം സ്വീകരിച്ചിരുന്നല്ലോ. ഞങ്ങൾ ഈ പരിപാടിക്കെതിരല്ല, ഞങ്ങൾ അതൊരു തടയുന്നില്ല, ഞങ്ങൾ സമാധാനപരമായ ഹർത്താലാണ് നടത്തുന്നത്
എന്ന് പറഞ്ഞിരുന്നു. വ്യക്തമായിട്ടും പറഞ്ഞു. ഇതൊരു ചാരിറ്റി പ്രോഗ്രാം അല്ലേ ബിജു? ഇത് ഏകോപന സമിതിയുടെ അംഗങ്ങൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് 5 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ചാരിറ്റി പ്രോജക്റ്റ്. ശരിക്കും നമ്മുടെ ഇടതുപക്ഷം ഒരിക്കലും അതിനെ എതിർത്തിട്ടില്ല, വ്യാപാരികളും എതിർത്തിട്ടില്ല. പക്ഷേ ഈ പൊതുസമൂഹം, അതായത് ഗവർണർക്കെതിരെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം നിൽക്കുന്നത് കൊണ്ട് നിങ്ങളെ കൂടി ശത്രുപക്ഷത്ത് പൊതുവെ കണ്ടു എന്ന് പറഞ്ഞു. അതിനകത്ത് തന്നെ അറിയാം, അത് അവരുടെ ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾ എന്തിന് ഗവർണറെ ക്ഷണിച്ചു എന്നൊരു ചോദ്യം ചില കോണുകളിൽ നിന്നും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് 3 മാസം മുമ്പ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. ധനകാര്യമന്ത്രിയും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ മാസം ഞങ്ങൾ നവംബർ അവസാനം ഞങ്ങൾ കോവളത്ത് വെച്ച് ഒരു ചെറുകിട വ്യാപാരികളുടെ ഒരു ബിസിനസ് കോൺക്ലേവ് നടത്തി. ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. ആ മീറ്റിങ്ങിൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് പങ്കെടുത്തിരുന്നു. എന്തിന്? ഞങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ ജില്ലാ ക്യാമ്പ്, ഞങ്ങൾ കുമരകത്ത് ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിൽ വെച്ച് ഞങ്ങളുടെ ജില്ലാ ക്യാമ്പ് നടത്തി. ആ ജില്ലാ ക്യാമ്പിൽ ഒറ്റ രാഷ്ട്രീയക്കാരനെ ഒരൊറ്റ MLA ഞങ്ങൾ ക്ഷണിച്ചുള്ളൂ, അത് മണിയാശാനാണ്. അപ്പം ഞങ്ങൾക്ക് ഇടതുപക്ഷത്തോടെ എന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിക്കോ, ധനകാര്യമന്ത്രിയെ വിളിക്കോ, തോമസ് ഐസക്കിനെ വിളിക്കോ, എന്തിന് ഇടുക്കിക്കാരുടെ ജില്ലാ ക്യാമ്പിൽ മണിയാശാനെ ക്ഷണിക്കോ? ഞങ്ങൾക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലെന്ന് അതിൽ നിന്ന് തന്നെ എളുപ്പമല്ലേ? ഞങ്ങൾ കോൺഗ്രസിൻ്റെ B ടീമാണെന്നും ഞങ്ങൾ കോൺഗ്രസിന് വേണ്ടി രാഷ്ട്രീയം കളിക്കുകയാണെന്നും പറയുന്ന ആളുകളോട് ഞങ്ങൾക്കതാണ് ചോദിക്കാനുള്ളത്. കോൺഗ്രസിന് വേണ്ടി രാഷ്ട്രീയം കളിക്കുന്നവൻ ഇടുക്കി MP-നെയെങ്കിലും ജില്ലാ ക്യാമ്പിൽ ക്ഷണിക്കണ്ടേ? ശരിയാണോ? ഒരിക്കലും ക്ഷണിച്ചിട്ടില്ല. മണിയാശാൻ മാത്രമേ വന്നിട്ടുള്ളൂ പുറത്തുനിന്ന് ഒരാൾ. അങ്ങനെ ക്ഷണിച്ചേണ്ട കാര്യം അദ്ദേഹത്തോട് കോൺഗ്രസിനെ അവഗണിക്കല്ലേ? ഇത് ഒരിക്കലുമല്ല, അവഗണനയല്ല. ഈ ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല സമരങ്ങൾ നടത്തി. ഒരു ദിവസം കടയടച്ച് അടിമാലി ഞങ്ങൾ വലിയ കൂട്ടായ്മ നടത്തി. അങ്ങനെ ഞങ്ങൾ സമരം നടത്തുന്നതിൻ്റെ തലേ ദിവസം ആശാനോട് പത്രക്കാർ ചോദിച്ചു, ഇവരിങ്ങനെ വ്യാപാരികളിങ്ങനെ ഗവൺമെൻറ്റിനെതിരെ ഈ ഭൂവിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ അവർ ജില്ലയിലെ കർഷകർക്ക് വേണ്ടിയാണ് പറയുന്നത്, അവരുടെ ജോലി ചെയ്യുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിച്ചു. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങളെ ഒരു പ്രധാന വിഷയത്തിൽ സമിതിക്കാരൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോൾ പോലും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് ഫേവറായി സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് ആശാനെ ഞങ്ങളുടെ ജില്ലാ ക്യാമ്പിലേക്ക് ക്ഷണിച്ചത്. വല്ല പ്രശ്നമുണ്ടോ? ഒരിക്കലുമില്ല. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഒരു നിഷ്പക്ഷത. ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി മൂന്നാർ വൈബ് ആൻഡ് ഫോഗ് റിസോർട്ടിൽ വെച്ച് സംസ്ഥാന ക്യാമ്പ് നടത്തി. 480 പേര് ആ ക്യാമ്പിൽ പങ്കെടുത്തു. അത് ഉദ്ഘാടനം ചെയ്തത് ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയാണ്. ഞങ്ങളുടെ ആൾക്കാർ BJP-ക്കാരായതുകൊണ്ടാണോ? ഒന്നുമല്ല. ഞങ്ങൾ പൊതുസ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകളെ ഞങ്ങൾ മാറി മാറി ഓരോ പ്രോഗ്രാമുകൾക്കും ക്ഷണിക്കും. ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ അല്ലെ ഒരേ വിഭാഗത്തിൽപ്പെട്ട ജനപ്രതിനിധികളെ മാത്രമായിട്ട് നമ്മൾ ക്ഷണിക്കുന്നില്ല. എല്ലാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞങ്ങൾ സമദൂരമാണ്. എല്ലാവരോടും ഞങ്ങൾക്ക് വിദ്വേഷവുമില്ല, പ്രത്യേക മമതയുമില്ല. നിഷ്പക്ഷ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ. ഈ ഭൂവിഷയത്തിലെ ഇപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭരിക്കുന്ന അവർക്കെതിരെ സംസാരിക്കുന്നത് സ്വാഭാവികതയാണ്. കാരണം നമ്മൾ വേറെ ആരോട് വീട്ടിലെ കാണുന്നവരോടുള്ള കാര്യം പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര കടന്നു വന്ന് കഴിഞ്ഞ ഉടൻ തന്നെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ പരസ്യമായി പിന്തുണ നൽകിയ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുര മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിത്തെറിച്ചു. അതും ഈ ഭൂവിഷയത്തിൽ ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചു. അപ്പോൾ സമിതിയും അങ്ങനെ ഒരു തിരിഞ്ഞു വരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഈ കർഷക സംഘടനകളെല്ലാം അങ്ങനെ ഒരു നിലപാടിലേക്ക് വരുന്നു. ശരിക്കും അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്നാണോ ചൂണ്ടിക്കാണിക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ ഇല്ലയോ എന്നതല്ല അതിനകത്ത് പ്രശ്നം. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ നമ്മുടെ നവകേരള യാത്രയുമായി വന്നപ്പോൾ 13 ജില്ലകളിലും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് ക്ഷണിച്ച ആൾക്കാർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തു. ഇടുക്കിയിൽ ഞാനന്ന് ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളുടെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ KR വിനോദ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹത്തെ സംസാരിക്കാനൊന്നും ക്ഷണിച്ചില്ല. ഇടുക്കി ജില്ലയിൽ മാത്രം. ബാക്കി 13 ജില്ലയിലും സംരക്ഷണ സമിതിയുടെ ആരോപണം. ജനറൽ സെക്രട്ടറി പങ്കെടുത്തത് അദ്ദേഹമാണ്, അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം ജില്ലയിൽ ഭൂവിഷയമാണ് ഏറ്റവും കൂടുതൽ. അല്ല, ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംഘടനയായിരുന്നു ഹൈറേഞ്ച് സംരക്ഷണ സമിതി. അതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും കൊച്ചുവരച്ചനെ ഒന്ന് വിളിക്കാമായിരുന്നു എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുമുള്ളത്. ജനറൽ കൺവീനർ ആയിരുന്നു. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിലെ ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റും അല്ലെങ്കിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും കിഫയും
അതിജീവന പോരാട്ട വേദി അടക്കമുള്ള സംഘടനകൾ ശക്തമായി കഴിഞ്ഞ 1.5 വർഷമായി സമരരംഗത്ത് വന്നതുകൊണ്ടല്ലേ ഈ ഭൂവിഷയങ്ങൾ പരിഹരിക്കണോ അല്ലെങ്കിൽ ദോഷം ചെയ്യും എന്നൊരു ചിന്ത ഈ ഭരിക്കുന്ന ഗവൺമെൻറ് ഉണ്ടായത്. അല്ലാതെ ഇവർ സ്വയം പ്രേരിതമായി എടുത്ത തീരുമാനമൊന്നുമല്ല. നിയമ ഭേദഗതി പോലും ഈ പറയുന്ന ഇവർ സ്വയം പ്രേരിതമായി കർഷകരോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുവന്നതാണെന്നൊന്നും ഞങ്ങൾ ധരിക്കുന്നില്ല. ഇടുക്കി ജില്ലയിൽ നിരന്തരമായി പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയേതര കർഷക സംഘടനകളുടെ സമ്മർദ്ദത്തിന്റെ ഫലം തന്നെയാണ്. കാരണം അത് വോട്ടിനെ സ്വാധീനിക്കുമോ എന്ന ഭയം ഒരു പക്ഷേ ഭരിക്കുന്ന കക്ഷികൾക്ക് ഉണ്ടായിരിക്കും. ഈ നിയമ ഭേദഗതി കൊണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് എത്രത്തോളം ഗുണമുണ്ട്? ഈ നിയമ ഭേദഗതി കൊണ്ട് മാത്രം ഇടുക്കിയിലെ ജനങ്ങൾക്ക് എന്തുമാത്രം ഗുണമുണ്ടാകും എന്ന് പറയണമെങ്കിൽ ഇതിന്റെ തുടർച്ചയായ ചട്ടം കൂടി വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനിത് ചോദിക്കാനുള്ള കാരണം ഈ മൂന്നാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രവീന്ദ്രൻ പട്ടയത്തിന്റെ മേൽ റദ്ദ് ചെയ്തൊരു സംഭവം ഉണ്ടായി. ഞാൻ പറയട്ടെ, ആ രവീന്ദ്രൻ പട്ടയം റദ്ദ് ചെയ്ത ഉടൻ, ആ ഉത്തരവ് വന്ന ഉടൻ തന്നെ ഞാൻ ആദ്യം ഫസ്റ്റ് എനിക്ക് ഇതുപോലെ താങ്കളെപ്പോലെ ഫേസ് ടു ഫേസിൽ ഇടുന്നത് സാക്ഷാൽ രവീന്ദ്രൻ തന്നെയാണ്. ഞാൻ ഒന്നുകല്ല് പോകുന്ന വഴി നമ്മുടെ പാറമടയ്ക്ക് താഴെ ഉപ്പുകുന്ന് പോകുന്ന വഴി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് ഞാൻ നമ്മുടെ ടീമായിട്ട് പോയി ഷൂട്ട് ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കുറേ കാര്യങ്ങൾ വളരെ പച്ചയ്ക്ക് പറഞ്ഞു. ശരിക്കും ഈ രവീന്ദ്രൻ പട്ടയത്തിൻ്റെ കുഴപ്പം എന്താണ്? രവീന്ദ്രനെ ബലിയാടാക്കി. രവീന്ദ്രന് ചുമതല കൊടുത്ത കളക്ടർ രവീന്ദ്രൻ്റെ സീൽ സഹിതം അടിച്ചുകൊണ്ട് പോയി വ്യാജപട്ടയം കൊടുത്തു എന്നാണ് രവീന്ദ്രൻ പറയുന്നത്. കാരണം ഒരു താൽക്കാലിക ചുമതല രവീന്ദ്രന് കൊടുക്കുന്നു. രവീന്ദ്രൻ അതിന് അധികാരപ്പെട്ട അധികാരിയായി മാറുന്നു. ആ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ആ സീൽ ചെയ്ത കളക്ടറെ തിരിച്ചേൽപ്പിച്ചു. ആ സീല് വീണ്ടും ദുരുപയോഗം ചെയ്തു. ഇതിന് ശേഷം ഞാൻ പറഞ്ഞു വന്നത്, അതൊരു സൈഡ്, അന്ന് ആ പട്ടയം റദ്ദ് ചെയ്തു. ഇത്ര ദിവസത്തിനകം പകരം പട്ടയം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു വന്നു. എന്തെങ്കിലും നടന്നോ? ഒരു 40% കൂടുതൽ ക്യാൻസൽ ചെയ്ത രവീന്ദ്രൻ പട്ടയങ്ങൾ കൊടുക്കാൻ ഇതുവരെ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. അതാണ് ചോദ്യം. കഴിഞ്ഞിട്ടില്ല. അവർ 90 ദിവസത്തിനകം ക്യാൻസൽ ചെയ്യുന്ന മുഴുവൻ പട്ടയങ്ങളും നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞെങ്കിലും നിജസ്ഥിതി പരിശോധിക്കാൻ എത്ര വിഷമിരിക്കുന്നത്? ഈ ഗവൺമെൻറ് ഈ മൂന്നാറിൽ മാത്രം എന്തിനാണ് ഈ നിർമ്മാണ നിരോധനം എന്ന്, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ മാത്രം എന്തിനാണ് നിർമ്മാണ നിരോധനം എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞ എന്താണ്? അവിടുത്തെ യഥാർത്ഥ പട്ടയവും അല്ലാത്ത പട്ടയവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നാണ് പറഞ്ഞത്. അല്ലാതെ കഴിയില്ല. അതിന്റെ കാര്യം എന്താ കഴിയില്ല. കാരണം ഈ വാഗമണ്ണ് പോലെയുള്ള സ്ഥലമുണ്ട്. വാഗമണ്ണിൽ ഭൂമിയിൽ ജനിക്കാത്തവരുടെ പേരിൽ പോലും പട്ടയമുണ്ട്. അതെ, 35 പട്ടയങ്ങൾ, അവിടെ 88 റിസോർട്ടുകൾ അവിടെ ഉണ്ട്. കൃത്യം കണക്കാണ്. അതിന്റെ പൊതുതാൽപര്യ ഹർജി എൻ്റെ പേര് ഞാനാണ് ഹൈക്കോടതി ഫയൽ ചെയ്തേക്കുന്നത്. അത് ഫയൽ ചെയ്തെന്ന് വെച്ചാൽ ഒരു 3-4 ദിവസമൊക്കെ ഫയലാവുകയാണ്. അത് വളരെ വ്യക്തമാണ്. ഗവൺമെന്റിന്റെ 55 ഏക്കർ 55 ഏക്കർ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിൽ ജനിച്ചിട്ടില്ലാത്ത ആളുടെ പേരിൽ ആ അഡ്രസ്സോട് ആൾ കാണണ്ടേ? അതിൻ്റെ ഉത്തരവാദി അവിടുത്തെ വില്ലേജ് ഓഫീസറാണ്, അവിടുത്തെ തഹസീൽദാറാണ്, രജിസ്റ്റർ ചെയ്ത രജിസ്ട്രാറാണ്. ഇവരെല്ലാം പ്രതിയാണ്. ജില്ലാ കളക്ടറുടെ അടുത്ത് CBI അന്വേഷിച്ചു, സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചു, ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചു. ഇതെല്ലാം കണ്ടു. ഇവരെല്ലാം ഇത് കണ്ടെത്തി വ്യാജമെന്ന് 28 എണ്ണം വ്യാജമെന്ന് അതിൻ്റെ നിജസ്ഥിതി സ്ഥിരീകരിക്കാൻ പറഞ്ഞ് കളക്ടർക്ക് കൊടുത്തിട്ട് കളക്ടർ അതിൻ്റെ മുകളിൽ വർഷങ്ങളായിട്ട് അടയിരിക്കുവാണ്. നടക്കുന്നില്ല. കളക്ടർ മാത്രമല്ല ബിജു, ഇവിടുത്തെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായ കൃത്യവിലോപം കാണിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ ചിന്നക്കനാലിൽ കുടിയിറക്കിയില്ലേ? 5 സെന്റ് 10 സെന്റ് പരമാവധി 1 ഏക്കർ വരെയുള്ള പാവങ്ങളെ മാത്രം കുടിയിറക്കി. 500 ഏക്കർ 400 ഏക്കർ 100 ഏക്കർ ഒക്കെ ഉള്ള ആളുകളുടെ മേൽ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ സർക്കാരിനും ജില്ലാ കളക്ടർക്കും? കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ഇവർ വമ്പന്മാരെ സംരക്ഷിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയെന്ന് വരുത്താൻ പാവപ്പെട്ട കുറേ ആദിവാസികളെയും അല്ലാത്ത ആളുകളെയും ഇറക്കി വിട്ടതുകൊണ്ട് ചിന്നക്കനാൽ വിഷയത്തിൽ ചിന്നക്കനാലിലെ പാവങ്ങൾ, അതായത് ഇടുക്കിയിലെ കയ്യേറ്റമുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പം ജില്ലാ കളക്ടർക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി അത് ഇപ്പം കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. കയ്യേറ്റം ഒഴിപ്പിക്കുന്നുണ്ട്. അതായത് ചിന്നക്കനാലിൽ വമ്പനായ ഒരാളെ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. അതും പൂർണ്ണമായിട്ട് ഇറക്കിയിട്ടില്ല. അവിടെ പൂട്ടു വീണു. വാഗമണ്ണിൽ ചുമതലയുള്ള സബ് കളക്ടറോട് ചിന്നക്കനാലിൽ കൊണ്ടുപോയിട്ട് ചിന്നക്കനാലിൽ ചെന്ന ആ സമരം ഇരിക്കുന്ന ആ പാവങ്ങളുടെ മുഖത്തോട്ട് നോക്കിയാൽ 3 നേരം കഞ്ഞി കുടിക്കുന്നുണ്ടെന്ന് ദയവ് ഇത് പറയാൻ പറ്റില്ല. ഞാനവിടെ 3 വട്ടം പോയി ചിന്നക്കനാലിൽ. സൂര്യനെല്ലി ഞങ്ങളുടെ യൂണിറ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ് ചിന്നക്കനാൽ. 3 വട്ടം ഞാൻ അവിടെ പോയി. അവിടുത്തെ ആദിവാസി ഗോത്ര സഭയിലുള്ള ആളുകളെ കണ്ടാൽ സത്യത്തിൽ നമുക്ക് സങ്കടം വരും.
അവിടെ സമരം ചെയ്യുമ്പോഴും ഒരു വിഭാഗം എവിടെയെങ്കിലും തോട്ടത്തിൽ പണിയാൻ പോയിട്ട് കൊണ്ടുവന്ന കാശ് കിട്ടിയിട്ട് വേണം ഇവിടെ സത്യാഗ്രഹം ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ. വലിയ ദയനീയമാണ് അവരുടെ സ്ഥിതി. ആ ദയനീയസ്ഥിതി കണ്ടുകൊണ്ട് ഞങ്ങൾ ചെറിയ അസിസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയല്ല, വലിയ കഷ്ടപ്പെടുന്ന ആളുകളെ അല്ലാതെ വമ്പന്മാരെ തൊടാൻ ഇടുക്കി ജില്ലയിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മേലാളന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ചിന്നക്കനാൽ സമരപ്പന്തലില് ഞാൻ ചെന്നതാണ്. ഞാൻ അവിടെ പോയി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അവരെന്നെ ക്ഷണിച്ചു. പക്ഷെ അവിടെ നടത്തുന്ന നേതൃത്വം വഹിക്കുന്നത് ചിലരെ ഭരണകക്ഷിയുടെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർ തന്നെ രഹസ്യമായിട്ട് എന്നോട് പറയാണ്, ഞങ്ങൾക്ക് ഗതികേട് കൊണ്ടാണ് ഒരു നിവൃത്തി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിത് പാർട്ടിപരമായിട്ട് പരിഹരിച്ചുകൂടെ? അല്ല, പാർട്ടി ഞങ്ങളോട് പറഞ്ഞത് സമരപ്പന്തരി ഇരുന്നാൽ മതി, കൂടുതലൊന്നും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ എന്ത് ഗതികേടാണ്, എന്ത് ഗതികേടാണ് ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ഭൂവിഷയങ്ങളിൽ നമുക്ക് സമയം അതിക്രമിക്കുന്നു. ഇത്തരം ഭൂവിഷയങ്ങൾ ഇപ്പം ഇലക്ഷൻ ആകാൻ പോവുകയാണ്. എന്താണ് ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെയും വ്യാപാരികളുടെയും ഒരു അടുത്ത മൂവ്മെൻറ്റ്? ഞങ്ങൾ ഇപ്പോഴും സമ്മർദ്ദങ്ങൾ തുടരാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ 5 കൂട്ടം സമ്മർദ്ദങ്ങൾ കാലങ്ങളായി, സമ്മർദ്ദങ്ങൾ അതായി ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ 5 കൂട്ടം സെസ്സുകൾ പിൻവലിച്ച് ഭൂമി റെഗുലറൈസ് ചെയ്ത് പൂർണ്ണമായ ഉപാധിരഹിതമായി പട്ടയം കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പാകമായ വിധത്തിൽ തന്നെ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ ബിജു ചോദിച്ചതിൻ്റെ ആന്തരിക അർത്ഥം എനിക്ക് മനസ്സിലായി. ഞങ്ങൾ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഒരു രാഷ്ട്രീയ നിലപാടും സ്വീകരിക്കുകയില്ല. പക്ഷേ നിങ്ങളുടെ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാരവാഹി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഭാരവാഹിയല്ല, അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് അങ്ങനെ ഒരു കമന്റ് നടത്തി. അത് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിന്റെയോ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയോ നിലപാടല്ല. ഞങ്ങൾ രാഷ്ട്രീയമായി വോട്ട് ചെയ്ത് ആരെയെങ്കിലും ജയിപ്പിക്കാനോ വോട്ട് ചെയ്ത് ആരെയെങ്കിലും തോൽപ്പിക്കാനോ അങ്ങനെ ഒരു നിലപാട് ഏകോപന സമിതിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിനും സ്വീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ്? നമ്മളുടെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകളുണ്ട്. ആരെയും പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അലോസരം ഉണ്ടാക്കുന്ന ഒരു തീരുമാനം ഞങ്ങൾക്കെടുക്കാൻ കഴിയില്ല. ഞങ്ങളല്ലാത്ത വിധത്തിലുള്ള എല്ലാവിധ സമ്മർദ്ദങ്ങളും ചെലുത്തിക്കൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് കഴിഞ്ഞതല്ല, അതിന് മുൻപത്തെ ഇപ്പോൾ 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആദ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒരു പക്ഷെങ്കിൽ ചരിത്രമായിരുന്നു. കാരണം ഒരു കർഷക സംഘടനയുടെ തേരേറിയ ഒരാൾ പാർലമെൻറ്റിലേക്ക് എത്തുകയായിരുന്നു. അത് ഒരു പ്രതികാരമായി തന്നെ ജനങ്ങൾ കണ്ടു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഇനി വരുന്നൊരു തെരഞ്ഞെടുപ്പിൽ ഈ കർഷക വിഷയങ്ങൾ ഊന്നിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, അതിജീവന പോരാട്ടവേദി, അങ്ങനെ കുറേ സംഘടന, വ്യാപാരി വ്യവസായ അസോസിയേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾ 10-22 സംഘടനകൾ കൈകോർത്താണ് നീങ്ങുന്നത്. സണ്ണി പൈമ്പള്ളി മത്സരരംഗത്ത് വരുമോ? ഒരിക്കലുമില്ല. ഇതൊക്കെ ആളുകൾ ചില ഒരു കാര്യം ആളുകളല്ല പറഞ്ഞത്, ഞാനാ ചോദിച്ചത്. ചോദിച്ചെങ്കിൽ അങ്ങനെ ചോദ്യമാണ്. ഇതിനു മുമ്പ് എന്നോട് ചിലർ ചോദിച്ചു. അപ്പം വേറെ ആൾ ചോദിച്ചു. ഞങ്ങൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ ഞങ്ങളുടെ ആളുകൾ ഉണ്ടാവില്ല. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അതിജീവന പോരാട്ട വേദിയുടെ ബാനറിൽ ഉണ്ടാവില്ല. അതിനകത്തുള്ള 22 കർഷക സംഘടനകൾക്ക് സ്വതന്ത്രമായി എന്ത് നിലപാടും സ്വീകരിക്കാം. ഞങ്ങൾ ഒരിക്കലും മത്സരരംഗത്ത് വരാനോ അതിലൂടെ അധികാരത്തിൽ വരാനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ കൊടുക്കും. അല്ല അത് ഒരു ഉപയോഗത്തിൽ കൊടുക്കും. ഒന്നിച്ച് മറുപടി പറഞ്ഞാൽ മതി. അതായത് പിന്തുണ കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തിപരമായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കൊടുക്കും, അങ്ങനെയല്ല. ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാമെന്ന് ഉറപ്പ് നൽകുന്ന, നിങ്ങളുടെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അത്തരം സമാന രീതിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വന്നാൽ പിന്തുണ കൊടുക്കും. ഔദ്യോഗികമായി ഞങ്ങൾ ആരെയും ഈ ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് പിന്തുണയ്ക്കില്ല. കാരണം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയില്ല എന്ന് പൊതുജനങ്ങളോടും ഞങ്ങളുടെ അംഗങ്ങളോടും പറഞ്ഞതിന് ശേഷമാണ് ഈ നമ്മുടെ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന സംഘടന ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ പോകും. ഒരു രാഷ്ട്രീയ നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആരെയും ഞങ്ങൾ പരസ്യമായി പിന്തുണയ്ക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്കും അവരുടേതായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നല്ലാതെ ഔദ്യോഗികമായി ഞങ്ങൾ ആരെയും പിന്തുണയ്ക്കാനോ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ഇല്ല. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവും. അതുണ്ടാവും. അത് തുടർന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയാലല്ലേ വിഷയങ്ങൾ പരിഹരിക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ലേ? അപ്പോൾ അവരുടെ അടുത്ത് സമ്മർദ്ദവുമായി നിൽക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ?
തീർച്ചയായിട്ടും പറ്റത്തില്ല. അപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരോടും ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. ഈ തവണ തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി സഖാവ് സി വി റീസിൻ്റെ തന്നെ നേതൃത്വത്തിൽ, റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി 2 വട്ടം ചർച്ച നടത്തി. റവന്യൂ മന്ത്രി കെ രാജനുമായി ചർച്ച നടത്തി. അന്ന് അവിടെ പറഞ്ഞ കാര്യങ്ങളല്ല ഈ ഫലത്തിൽ നിർമ്മാണം, പുതിയ നിയമവും ഒക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അന്നവർ പറഞ്ഞു ഞങ്ങൾ പുതിയ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങളുമായി ചർച്ച ചെയ്യാം, നിങ്ങൾക്കിതിൻ്റെ കരട് തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും സമയമായപ്പോൾ ഇതൊന്നും കിട്ടിയില്ല. അവർ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോയി. എങ്കിൽ പോലും ഒരു പരസ്യ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റോ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയോ തയ്യാറാവില്ല. അത് ഇലക്ഷൻ്റെ ഭാഗം. ഇപ്പോൾ എന്താണെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതിന് താങ്കൾ വ്യക്തമായൊരു മറുപടി തന്നില്ല. അതായത് തൊടുപുഴയിൽ ഒരു പ്രസംഗം നടന്നു, നമ്മളല്ലേ വ്യാപാരികൾ കർഷക ദ്രോഹ നടപടിയാണ് സ്വീകരിക്കുന്നത്. എന്ത് ദ്രോഹ നടപടിയാണ് സ്വീകരിച്ചത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ 90% വ്യാപാരികളും ഈ വ്യാപാരി എന്നതിനൊപ്പം കർഷകരുമാണ്. 2, 3, 4 അല്ലെങ്കിൽ അര ഏക്കറൊക്കെ മുകളിലേക്ക് സ്ഥലമുള്ള ആളുകളാണ് വ്യാപാരികളിൽ 90% പേരും. ഞങ്ങളൊരു കർഷക വിരുദ്ധ നിലപാടും സ്വീകരിക്കില്ല. പിന്നെ മീറ്റിങ്ങിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നറിയോ, മീറ്റിങ്ങിൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ മറുപക്ഷത്തിൻ്റെ ഒരു ചുമതല എന്ന് പറയുന്നത്. ഞങ്ങളാണെങ്കിലും മീറ്റിംഗ് പറയുമ്പോൾ ഭരിക്കുന്ന ആളുകളെ കുറച്ച് കുറ്റം പറയാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം അവരാണല്ലോ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കേണ്ടത്. അത്രയും ഞങ്ങൾ ആ പ്രസംഗത്തെ കാണുന്നുള്ളൂ. അവർ ചുമ്മാ ഇങ്ങനെ മീറ്റിങ്ങുകളിൽ ഞങ്ങൾക്കെതിരെ പറഞ്ഞെങ്കിലും പുറമേ ഞങ്ങളുമായി സംസാരിക്കുമ്പോൾ ഈ എല്ലാ മുന്നണിയുടെ ആളുകളും പറയുന്നത് നിങ്ങൾ ശക്തമായി സമ്മർദ്ദവുമായി രംഗത്ത് വേണം എന്ന് തന്നെയാണ്. വലിയ നേതാക്കന്മാർ പോലും ഞങ്ങളോട് അങ്ങനെ പറയുന്നുണ്ട്. ആരൊക്കെയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, അതുമായി ഈ വിഷയം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഞങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുഖ്യമന്ത്രിയുമായും റവന്യൂ മന്ത്രിയുമായും ഞങ്ങൾ ശ്രീ കാനം രാജേന്ദ്രൻ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹവുമായും ചർച്ച നടത്തിയിരുന്നു. അന്ന് അവർ പറഞ്ഞത് കർഷകർക്ക് യാതൊരു ദോഷവും വരാത്ത ഉപാധികളില്ലാതെ ഈ കാര്യങ്ങൾ പരിഹരിച്ചു തരും. ഇപ്പോഴും അവർ ഈ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങളോട് പേഴ്സണലായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞത് ഒരു 20,000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ആളുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. അത് തന്നെയല്ലേ മുഖ്യമന്ത്രി ഇടുക്കി വന്നും പറഞ്ഞത്. ഒരു 80% പേർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കും. വലിയ തോട്ടം ഉടമകൾക്കോ അല്ലെങ്കിൽ പ്ലാന്റേഷൻ ഉള്ള ആളുകൾക്കോ അല്ലെങ്കിൽ വലിയ റിസോർട്ടുകൾ ഉള്ള ആളുകൾക്കോ ആണ് ഇതിൻ്റെ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു സമീപനമാണ് വരുന്നതെങ്കിൽ കുറേ കുഴപ്പമില്ല എന്ന് കരുതി വലിയ ആളുകളോട് വലിയ താങ്ങാൻ പറ്റാത്തത്ര തുക ഈടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് എതിർക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. ഒരു ഫീസും വാങ്ങാതെ റെഗുലറൈസ് ചെയ്ത് കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. യെസ്, എന്താണെങ്കിലും നമുക്ക് വ്യാപാരികളുടെ ഒരു നിലപാടാണ് അല്ലേ ഈ സമയം. നമുക്ക് സമയം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്, സമയത്തിൻ്റെ പരിമിതി. വ്യാപാരി വ്യവസായ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. കർഷകരോടൊപ്പം നിന്ന് പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റും. ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നാളെ ഇതുവരെ ഇടുക്കിയിലെ പൊതുസമൂഹം നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷത്തും വലതുപക്ഷത്തും BJP അടക്കമുള്ള കക്ഷിയിലുള്ള ആളുകൾ ഞങ്ങളുടെ നിലപാടിനെ പരോക്ഷമായി സ്വാഗതം ചെയ്ത് തന്നെ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവരോട് ഞങ്ങൾക്ക് എന്നും നന്ദിയും കടപ്പാടുമാണുള്ളത്. തുടർന്നും കർഷക വിഷയങ്ങളിൽ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളിൽ, പട്ടയ വിഷയം മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ഈ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പൊതുസമൂഹത്തോടൊപ്പം എന്നെന്നും ഉണ്ടാകും. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ചോദ്യം ഞാൻ ഒന്ന് ഓർത്തില്ല, ഇപ്പോൾ താങ്കൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് പ്രധാനമായും നമ്മൾ കുരുമുളകിൻ്റെ നാട്, കറുത്ത മണ്ണിൻ്റെ നാടാണ്. പക്ഷേ ഇപ്പോൾ അതിലുപരിയായി ഏലം കൃഷി കയറി വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഏലത്തിനുൾപ്പെടെയുള്ള ഒരു വില സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് അത് അനിവാര്യമായൊരു കാര്യമല്ലേ? എന്ത് നടപടി സ്വീകരിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും അതെ. ഏലം മാത്രമല്ല, ഹൈറേഞ്ചിലെ കാർഷിക വിളകൾക്കെല്ലാം ഉൽപാദന ചെലവുമായി ബന്ധിപ്പിച്ച് ഒരു മിനിമം വില നിശ്ചയിക്കാൻ ഭരിക്കുന്ന സർക്കാരുകൾക്ക്, അത് കേന്ദ്രത്തിനായാലും സംസ്ഥാനത്തിനായാലും ബാധ്യതയുണ്ട്. ഉൽപാദന ചെലവിന് ആനുപാതികമായി ഒരു വില സ്ഥിരത ഉറപ്പുവരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ശരി, എന്താണെങ്കിലും വ്യാപാരികളുടെ നിലപാട്, കർഷകരുടെ നിലപാട്, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി കർഷകനാണ്, കർഷകൻ വ്യാപാരിയാണ്. അപ്പോൾ തീർച്ചയായും ഇടുക്കിയുടെ നിലനിൽപ്പ് വ്യാപാരിയിലാണ്, കർഷകനിലാണ്. എന്താണെങ്കിലും വ്യാപാരികളുടെ
സംഘടനയുടെ ഇടുക്കി ജില്ലയുടെ അമരക്കാരൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിലാണ് ഈ സമയം അത്രയും ഇടുക്കി വിഷൻ്റെ മാന്യ പ്രേക്ഷകരുമായി സംവദിച്ചത്. നിലപാടുകളാണ്, രാഷ്ട്രീയ നിലപാടുകളാണ്, ഭൂവിഷയത്തിലുള്ള പൊതുവിഷയങ്ങളിലുള്ള നിലപാടുകളാണ് വ്യക്തമാക്കിയത്. എന്താണെങ്കിലും ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട സണ്ണി പൈമ്പള്ളിക്ക് നന്ദി. മാന്യപ്രേക്ഷകരോട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. പപ്പ, ഈ ക്രിസ്മസിന് ഓൾ ഫാമിലിക്കും ഗിഫ്റ്റ് കൊടുക്കും. ഇതാണ് എന്റെ ലിസ്റ്റ്. അപ്പൂപ്പനൊരു M&N TV, ബില്ലിമ്മയ്ക്കൊരു അടിപൊളി ഗ്രൈൻഡർ, ചേട്ടായിക്കൊരു സ്മാർട്ട് ഫോൺ, ചിന്നുവാവിക്കൊരു കുട്ടി ഹെഡ്ഫോൺ, അമ്മ ചേച്ചിക്കൊരു ലാപ്ടോപ്പ്. വാടി മോളെ. ഏറ്റവും മികച്ച ബ്രാൻഡുകൾ, ഏറ്റവും മികച്ച ഓഫറുകൾ, ആകർഷകരമായ ഫിനാൻസ് സ്കീം, എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ, 75% വരെ വിലക്കുറവ്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് 20% വരെ ക്യാഷ് ബാക്ക്. ഈ ക്രിസ്മസിന് ഗൃഹോപകരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോകൂ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഓഫറുകളിലും. ഏവർക്കും ഹൈ റേഞ്ച് ഹോം അപ്ലയൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.